Hi all, system of particles and rotational motion balance entrance questions നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ സ്ക്രീനിലുണ്ട്, പെട്ടെന്ന് നോക്കൂ. എന്താണ് റേഷ്യോ ഓഫ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ തിൻ യൂണിഫോം ഡിസ്ക്? ഒരു ഡിസ്കാണ്, about an axis through center and normal to plane to radius of gyration of the same disk about diameter എന്നാണ് ചോദ്യം. അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ തമ്മിലുള്ള റേഷ്യോ ആണ് ചോദ്യം. അപ്പോൾ ആദ്യം ഡിസ്കിൻ്റെ കേസിൽ നമുക്കറിയാമെന്നുള്ളത് about an axis through center and perpendicular to plane, what is a moment of inertia? I is equal to mr square by 2 എന്നാണ്. ഇനി നമുക്കറിയാമെന്നുള്ള ഇക്വേഷൻ I is equal to mk square എന്നാണ്. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്താൽ I m അപ്പോൾ കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ ബൈ 2 എന്ന് വരും അല്ലേ. അപ്പോൾ കെയുടെ വാല്യൂ എത്ര വരും? ഇതിൻ്റെ റൂട്ട്, അപ്പോൾ ആർ ബൈ റൂട്ട് 2 എന്ന് വരും. ഓക്കെ, ഇത്ര മനസ്സിലായി. ഇനി ഇതിൻ്റെ ഡയമീറ്ററിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അടുത്തത്. ഓക്കെ, എന്താണ് എഴുതിയിരിക്കുന്നത്? എബൌട്ട് സെൻറ്റർ കഴിഞ്ഞു, റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് ഡിസ്ക് എബൌട്ട് ഡയമീറ്റർ. അപ്പോൾ ആദ്യം ഡയമീറ്ററിനെ ബേസ് ചെയ്തുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എത്ര മക്കളെ? I ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ 4 എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ I ഈക്വൽ ടു എം കെ സ്ക്വയറുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്താൽ I എം അപ്പോൾ കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ ബൈ 4 എന്ന് വരും. അപ്പോൾ കെയുടെ ആൻസർ ആർ ബൈ 2 എന്ന് വരും. അപ്പോൾ ഫസ്റ്റ് കേസിലെ കെയുടെ വാല്യൂ K1 എന്ന് വിളിക്കാം, സെക്കൻഡ് K2 എന്ന് വിളിക്കാം. എന്താ അപ്പോൾ K1 ബൈ K2 എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ അതിൽ കോമൺ ഉള്ളത് കളഞ്ഞിട്ട് ബാക്കി അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. സീക്വൽ ടു 1 ബൈ റൂട്ട് 2 ആദ്യത്തിൽ ബാക്കിയുണ്ട്, ഡിവൈഡഡ് ബൈ അടുത്തതിൽ എത്രയുണ്ട്? 2 ഉണ്ട്, 1 ബൈ 2 ഉണ്ട്. അപ്പോൾ ഇൻറ്റു 2 എന്ന് വരില്ലേ. അപ്പോൾ സീക്വൽ ടു 1 ബൈ റൂട്ട് 2 ഇൻറ്റു 2ന് നമുക്ക് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്ന് എഴുതാം. അപ്പോൾ ആൻസർ റൂട്ട് 2 എന്ന് വന്നു. എന്ന് പറഞ്ഞാൽ റൂട്ട് 2 ബൈ 1 എന്നാണ്, അതായത് റൂട്ട് 2 ഈസ് ടു 1 എന്നാണ്. ആൻസർ ഇതാ ബി ആണ്. എളുപ്പമല്ലേ മക്കളെ? അടിപൊളി ക്വസ്റ്റ്യൻ. അപ്പം നല്ല ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഇതാ വരുന്നു, വായിച്ചു നോക്കി. ഫ്രം എ സർക്കുലാർ മാസ് ഓഫ് സർക്കുലാർ ഓഫ് മാസ് എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. ആ ക്വസ്റ്റ്യൻ്റെ ബാലൻസ് വായിച്ചപ്പോൾ അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് മനസ്സിലായി. സർക്കുലാർ റിംഗ് ആണ് കേട്ടോ. സർക്കുലാർ റിംഗ് ഓഫ് മാസ് എം ആൻഡ് റേഡിയസ് ആർ ആൻഡ് ആർക്ക് കറസ്പോണ്ടിങ് ടു 90 ഡിഗ്രി സെക്ടർ ഈസ് റിമൂവ്ഡ്. അപ്പം നമ്മുടെ ഇതാണ് ഒറിജിനൽ റിങ്. ഓക്കെ, ഈ ഒറിജിനൽ റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയൊക്കെ നിങ്ങൾക്ക് അറിയാം എത്രയാണ്. I ഈസ് ഈക്വൽ ടു എത്രയാണ്? എം ആർ സ്ക്വയർ ആണ്. ഓക്കെ, ഇതിൽ നിന്ന് ദാണ്ട് ഇത്രയും പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു, ഒരു 90 ഡിഗ്രി വരുന്ന രീതിയിൽ കട്ട് ചെയ്ത് കളഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എത്ര ബാക്കി മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എത്ര ആയിരിക്കും? എം ആർ സ്ക്വയർ ആണ് ഒറിജിനൽ ഫുള്ളിൻ്റെ, അതിൽ നിന്ന് ഒരു കാൽ പാർട്ട് കഴിഞ്ഞു, മൈനസ് 1 ബൈ 4 എം ആർ സ്ക്വയർ. അപ്പോൾ ആൻസർ എത്ര വരും? 3 ബൈ 4 എം ആർ സ്ക്വയർ ആണ് ഇപ്പോഴത്തെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. അപ്പോൾ ഐയുടെ ആൻസർ ഇപ്പോൾ ഇതാണ്. ഇനി എന്താണ് വേണ്ടത്? ദ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ റിമൈനിങ് പാർട്ട് എബൌട്ട് ആൻ ആക്സിസ് ത്രൂ സെൻറ്റർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഈസ് കെ ടൈംസ് എം ആർ സ്ക്വയർ. ഈ ആൻസർ കെ ടൈംസ് എം ആർ സ്ക്വയർ എന്നാണ്. ദെൻ വാട്ട് ഈസ് കെ? എം ആർ സ്ക്വയർ കട്ട് ചെയ്യുക, ബാക്കി കെയുടെ ആൻസർ എത്ര? 3 ബൈ 4. നമ്മൾ വിചാരിച്ചു വേറെ വലിയ എന്തോ സാധനമാണെന്നല്ലേ, വേറെ എന്തോ വലിയ സാധനമാണെന്ന് വിചാരിച്ചാണ് ചെയ്തത്. വലിയ സാധനമല്ല, ഇത് ചെറിയൊരു ആൻസറാണ്. 3 ബൈ 4. അപ്പം ബി ആണ് അതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത്. മനസ്സിലായ മക്കളെ? അപ്പം എന്താണ് ആദ്യത്തെ മെയിൻ ആക്സിസിനെ ബേസ് ചെയ്തുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ നിങ്ങൾക്ക് അറിയാം. ഇനി അതിൻ്റെ 1/4 കളഞ്ഞാൽ ബാക്കി എത്ര കിട്ടുമെന്നുള്ളത് അറിയാം. അത് കെ ടൈംസ് എം ആർ സ്ക്വയർ ആണ്. അപ്പോൾ അതിൽ നിന്ന് കെ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. എളുപ്പമല്ലേടാ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ വരും. എന്താണ്? സ്ഫിയർ ഓഫ് മാസ് 10 കിലോഗ്രാം, റേഡിയസ് 0.5 മീറ്റർ, റൊട്ടേറ്റ്സ് അബൌട്ട് ടാൻജൻറ്റ്. ദ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എത്ര എന്നാണ്? അതിൻ്റെ മാസ് തന്നിട്ടുണ്ട് 10, ഇനി റേഡിയസ് തന്നിട്ടുണ്ട് 0.5, റൊട്ടേറ്റ്സ് അബൌട്ട് ടാൻജൻറ്റ്. ടാൻജൻറ്റിനെ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സ്ഫിയറിനെ നിങ്ങൾക്ക് അറിയാം. സ്ഫിയറിൻ്റെ ഈ മെയിൻ ഡയമീറ്ററിനെ ബേസ് ചെയ്തുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ നിങ്ങൾക്ക് അറിയാം എത്രയാണ്? അതിൻ്റെ ആൻസർ 2 ബൈ 5 എം ആർ സ്ക്വയർ എന്നാണ്. 2 ബൈ 5 എം ആർ സ്ക്വയർ എന്നാണ്. ഇത് സെൻറ്റർ, അതായത് സെൻറ്റർ ഓഫ് മാസ് വഴിയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ICM എന്ന് വിളിക്കാം. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് എന്താ ചോദ്യം?
മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് ടാൻജന്റ് എത്രയെന്നാണ് ചോദ്യം. അതായത് ഇത് വഴിയുള്ള ഇതാണല്ലോ ടാൻജന്റ്, ഇത് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എ എന്നാണ്. എയുടെ വാല്യൂ ഇവിടെ 6 ആണല്ലേ. പാരലൽ ആക്സിസ് തിയറം ഉപയോഗിച്ചാൽ ഐ എങ്ങനെ കാണുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ICM പ്ലസ് MA² എന്നാണ് മക്കളെ. അപ്പോൾ I = ICMൻ്റെ ആൻസർ 2/5 MR² പ്ലസ് എം എഴുതി എ എത്രയാണ് മക്കളെ? ഇവിടെ 6 ആണ്. അപ്പോൾ R². അപ്പോൾ ഇതെത്ര വരും? 2/5 MR². അതുപോലെ എഴുതി ഇവിടെ 5/5 MR² എന്ന് എഴുതാം. പ്രശ്നമുണ്ടോ? അപ്പോൾ ആൻസർ 7/5 MR² എന്നായി. ഓക്കെ, ഇനി ഇതിൽ വാല്യൂ ഇടുക. 7/5 ഇൻറ്റു എമ്മിൻ്റെ ആൻസർ 10 എന്നാണ്. ആറിൻ്റെ വാല്യൂ 0.5. 0.5 എന്ന് പറഞ്ഞാൽ 1/2, അതിൻ്റെ സ്ക്വയർ. അപ്പോൾ 1/4. ഇനി നമുക്ക് ചെയ്യാം. മേളിൽ 70, അപ്പോൾ 70 ഡിവൈഡ് ബൈ, അല്ലെങ്കിൽ ഒന്നും കൂടെ സിംപ്ലിഫൈ അത് 2. ഓക്കെ, അപ്പം മേളിൽ 14/4. അപ്പോൾ ഇത് എത്ര വരും? ഇത് കട്ട് ചെയ്യുമ്പോൾ 7/2 3.5 എന്ന ആൻസർ വരും. ഇതായിരിക്കുന്നു. ഓപ്ഷൻ സി ആണ്. അടിപൊളിയല്ലേ? എളുപ്പ ക്വസ്റ്റൻ അല്ലേ? പാരലൽ ആക്സിസ് തിയറം ഉപയോഗിക്കുക. ദാറ്റ്സ് ഓൾ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ നോക്കൂ. ആംഗുലാർ സ്പീഡ് ഓഫ് ഫ്ലൈ വീൽ തന്നിട്ടുണ്ട്. ആംഗുലാർ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒമേഗ. അപ്പോൾ ഒമേഗ തന്നിട്ടുണ്ട്. ഒമേഗ ചേഞ്ച് ചെയ്യുന്നു. എത്രയെന്ന്? 1200 RPM ടു 3120 RPM. ഈ RPM നമുക്കറിയാമെന്നുള്ളതാണ്. എന്തിൻ്റെ യൂണിറ്റാണ്? ഫ്രീക്വൻസിയുടെ യൂണിറ്റാണ്. അപ്പോൾ ഒമേഗ എങ്ങനെ കാണും? 2πν എന്നാണ് അല്ലേ. അപ്പോൾ ആദ്യമുള്ള ഒമേഗ എങ്ങനെ എഴുതും? 2πν1 അല്ലേ. അപ്പോൾ 2π ഇൻറ്റു ν1ൻ്റെ ആൻസർ 1200. റവല്യൂഷൻ പെർ മിനിറ്റ് ആണ്. മിനിറ്റിനെ സെക്കൻഡിലോട്ട് മാറ്റണം. 60 ഉണ്ട്. ഓക്കെ, 60. അപ്പോൾ റവല്യൂഷൻ പെർ മിനിറ്റ് എന്നുള്ളത് എന്തായി? സെക്കൻഡായി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇപ്പം തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാം. അതായത് ഇവിടെ, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇതുപോലെ തന്നെ വെച്ച് ചെയ്യാം. ഇനി ബാക്കി രണ്ടാമത് ഇത് എത്രയായിട്ട് മാറി? ω2 ആയിട്ട് മാറി. അപ്പോൾ 2πν2 എന്ന് എഴുതാം. അപ്പോൾ 2π ഇൻറ്റു ν2 എത്രയെന്ന് പറയുക? 3120. 3120 റവല്യൂഷൻ പെർ മിനിറ്റ് സെക്കൻഡിലോട്ട് മാറ്റുക. 60. ഇനി നമുക്ക് വേണ്ടത് എന്താ? 16 സെക്കൻഡ്. ഇതിനെടുത്ത ടൈം എന്ന് പറയുന്നത് 16 ആണ്. വാട്ട് ഈസ് ആംഗുലാർ ആക്സലേഷൻ? ലീനിയർ ആക്സലേഷൻ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം എന്നാണ്. അതുപോലെ ആൽഫ എങ്ങനെ കാണും? ഫൈനൽ ω2 മൈനസ് ഇനീഷ്യൽ ഒമേഗ ഡിവൈഡ് ബൈ ടി എന്നാണ് അല്ലേ. അപ്പോൾ ഇത് രണ്ടിലും കോമൺ ഉള്ളത് പുറത്ത് എടുക്കാം. അപ്പോൾ 2π/60 ആണ് രണ്ടിലും കോമൺ. ബാക്കി 3120 മൈനസ് 1200 ഡിവൈഡ് ബൈ ടൈം എത്രയാണ്? ഇതിനെടുക്കുന്ന ടൈം 16 ആണ്. ഇനി നമുക്ക് 2π/60 അതുപോലെ എഴുതി. ഇനി ഇത് ഇന്ന് എത്ര വരും? 3120 ഇന്ന് 1200 മൈനസ് ചെയ്യാം. 29 ഓക്കെ 1. ഓക്കെ, അപ്പോൾ ഇൻറ്റു 1920 ഡിവൈഡ് ബൈ 16. അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്തു. ഇനി നമുക്ക് നോക്കാം. ഇത് രണ്ടും കൂടെ വെട്ടാം. 16. ഇത് രണ്ടും കൂടെ വെട്ടാം. ഓക്കെ, ഒരു പ്രാവശ്യം 3 32. ഓക്കെ, 12. ഇനി നമുക്ക് വെട്ടാമല്ലോ. ഇത് രണ്ടും കൂടെ വെട്ടാം. 2 ഇൻറ്റു 2 4. അപ്പോൾ 4π എന്നാണ് ആൻസർ വരുന്നത്. അത് ഓപ്ഷൻ ബി ആണ്. എളുപ്പമല്ലേ? ഓപ്ഷൻ ബി ആണ്. അടിപൊളിയല്ലേടാ? നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനകത്ത് ടെൻഷൻ അടിക്കേണ്ട. ആക്സലേഷൻ കാണാൻ അറിയാം. അപ്പോൾ ആംഗുലാർ ആക്സലേഷൻ കാണാനും നമുക്കറിയാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ്? റോപ്പ് ഈസ് വൗണ്ട് അറൗണ്ട് എ ഹോളോ സിലിണ്ടർ. ഒരു ഹോളോ സിലിണ്ടറിൽ ഒരു റോപ്പ് വൈൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഹോളോ സിലിണ്ടർ ഞാൻ വരയ്ക്കാം. ഓക്കെ, ആര് വലുതായതാണ് ഹോളോ സിലിണ്ടർ? ഒരു റിങ്, കുറേ റിങ് അടുക്കി വെച്ചാൽ അതെന്തായി? ഹോളോ സിലിണ്ടർ ആയി. എന്നിട്ട് ഇതിൻ്റെ മാസ് തന്നിട്ടുണ്ട് 3 എന്നാണ്. ഇതിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് 40 സെൻറ്റിമീറ്റർ. അപ്പോൾ 40 ഇൻറ്റു 10⁻⁻² എന്നാണ് അല്ലേ. ഇനി നമുക്ക് നോക്കാം. വാട്ട് ഈസ് ആംഗുലാർ ആക്സലറേഷൻ എന്നാണ്. ഇവിടെ ഒരു റോപ്പ് കയറ്റിയിട്ട് താഴോട്ടൊരു ഫോഴ്സ് കൊടുത്തിരിക്കുന്നു. ഫോഴ്സിൻ്റെ വാല്യൂ 30 എന്നാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ആംഗുലാർ ആക്സലറേഷൻ? സാധാരണ ആക്സലറേഷൻ ആണെങ്കിൽ F/m എന്ന് നമ്മൾ എഴുതും അല്ലേ. ഇവിടെ ആൽഫ എത്രയെന്നാണ് ചോദ്യം. എഫിന് പകരം ടോ, മാസിന് പകരം ഐ. ഇനി നിങ്ങൾക്കറിയാം എഫ് എന്താണ്, ടോർക്ക് എന്താണെന്ന്. ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? R ക്രോസ് F എന്നാണ് അല്ലേ. അപ്പോൾ R ക്രോസ് F ഡിവൈഡ് ബൈ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? റിങ്ങിനെ ആലോചിച്ചാൽ മതി. റിങ് വലുതായതാണ് നമ്മുടെ ഹോളോ സിലിണ്ടർ, MR² അല്ലേ. ഇനി നമുക്ക് നോക്കാം. ഇവിടെ ഇതാണ് R, ഇതാണ് F. ഇടയ്ക്കുള്ള ആംഗിൾ 90 ആണ്.
അപ്പോൾ ആർ ക്രോസ് എഫ് എന്ത് വരും? ആർ എഫ് സൈൻ 90 എന്ന് പറഞ്ഞാൽ ആർ എഫ്. അപ്പോൾ ആർ എഫ് ഡിവൈഡഡ് ബൈ എം ആർ സ്ക്വയർ. അപ്പോൾ ഓരോ എന്ത് വെട്ടി? ആറ് വെട്ടി, ബാക്കി എഫ് ബൈ എം ആർ എന്ന് വരും. ഇതൊരു വാല്യൂ ഇടുക, 30 ഡിവൈഡഡ് ബൈ എമ്മിൻ്റെ വാല്യൂ 3 ഇൻറ്റു ആറിൻ്റെ വാല്യൂ 40 ഇൻറ്റു 10⁻⁻² മേലെ വരുമ്പോൾ 10 സ്ക്വയർ ആയി. ഇനി നമുക്ക് ഓരോ 10 കട്ട് ചെയ്യാം, 3 കട്ട് ചെയ്യാം, ബാക്കി 1/4. 1/4 എന്ന് പറഞ്ഞാൽ 0.25 ഇൻറ്റു 10 സ്ക്വയർ. അപ്പോൾ 25 എന്ന ആൻസർ വരും. ഓപ്ഷൻ ബി ആണ്. അടിപൊളി അല്ലേടാ? അപ്പോൾ ഓപ്ഷൻ ബി 25 എന്നാണ്. എളുപ്പമല്ലേ മക്കളെ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ സോളിഡ് സ്ഫിയർ റൊട്ടേറ്റിംഗ് ഫ്രീലി അബൌട്ട് സിമ്മട്രി ആക്സിസ് ഇൻ ഫ്രീ സ്പേസ്. സോളിഡ് സ്ഫിയർ അതിൻ്റെ ആക്സിസ് ഓഫ് സിമ്മട്രി ഡയമീറ്ററിനെ ബേസ് ചെയ്ത് കറങ്ങുന്നു. ഓക്കെ, ദ റേഡിയസ് ഓഫ് സ്ഫിയർ ഈസ് ഇൻക്രീസ്ഡ്. റേഡിയസ് കൂട്ടി, മാസ് സെയിം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വാണ്ടിറ്റീസ് വുഡ് റിമെയിൻ കോൺസ്റ്റന്റ്? ഏത് ക്വാണ്ടിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും എന്നാണ്. ഓക്കെ, ജലദോഷമൊക്കെ തുടങ്ങിയെന്നാണ് തോന്നുന്നത്. ഓക്കെ, നമ്മുടെ ഈ തണുപ്പത്തൊക്കെ ഇരിക്കുന്നതാണ് ഈ ക്ലാസ് എടുക്കാനേ. ഓക്കെ, നോക്കാം. നോക്കാം മക്കളെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വുഡ് റിമെയിൻ കോൺസ്റ്റന്റ്? എന്താണ്? നമുക്ക് നോക്കാം. സോളിഡ് സ്ഫിയറിൻ്റെ കേസിൽ അത് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. ഏത് ക്വാണ്ടിറ്റി റിമെയിൻസ് കോൺസ്റ്റന്റ് എന്നാണ് ചോദ്യം. അപ്പം നമ്മൾ തന്നെ ആലോചിക്കുക എന്താണ് ഇവിടുത്തെ ആൻസർ. നമ്മുടെ ഇവിടെ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാണ് അല്ലേ? റൊട്ടേറ്റിംഗ് ഫ്രീ സ്പേസിൽ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സോ എക്സ്റ്റേണൽ ടോർക്കൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് ടോ എന്ന് പറഞ്ഞാൽ dp/dt അല്ലേ, ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ പി ഈസ് എ കോൺസ്റ്റന്റ് എന്നാണ് അല്ലേ? പി ആണോ ഇവിടെ നമ്മുടെ, ഞാൻ എഴുതിയ തെറ്റിപ്പോയി, നോക്കൂ, എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ എഫിന് പകരം നമ്മൾ dp/dt എന്ന് എഴുതും, ഈക്വൽ ടു 0 എന്ന് എഴുതും, പി കോൺസ്റ്റന്റ് എന്ന് എഴുതാം അല്ലേ? പക്ഷെ ഇവിടുത്തെ കേസിൽ ഇതാണ്. അപ്പം ടോർക്കാണ് റൊട്ടേഷന് ഇക്വലൻ്റ് ആയിട്ടുള്ള, ലീനിയർ മോഷന് ഇക്വലൻ്റ് ആയിട്ട് റൊട്ടേഷനിലുള്ള ക്വാണ്ടിറ്റി. അപ്പം ടോയ്ക്ക് പകരം നമുക്ക് എഴുതാം dl/dt അല്ലേ? dl/dt ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എൽ ഈസ് എ കോൺസ്റ്റന്റ്. എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗുലാർ മൊമെൻ്റം ആണ് അല്ലേ? അപ്പം ആംഗുലാർ മൊമെൻ്റം ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ ആൻസർ ഏതാ? ഓപ്ഷൻ ഡി ആണ്. എൽ ഈസ് എ കോൺസ്റ്റന്റ്. പിടികിട്ടിയ? ഇത് പ്രയാസമില്ല. ജസ്റ്റ് എഫ് ഈസ് ഈക്വൽ ടു dp/dt എന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ ടോ ഈസ് ഈക്വൽ ടു dl/dt. ഓക്കെ, അത്രയേ ഉള്ളൂ. അത് ചിന്തിച്ചാൽ ആൻസറായി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ അസർഷൻ റീസൺ ടൈപ്പാണ്. സോളിഡ് സ്ഫിയർ ഈസ് റോൾ ചെയ്യാണ്, റൊട്ടേറ്റിംഗ് അല്ല, ഓൺ റഫ് സർഫസ്. ഒരു റഫ് സർഫസിൽ നമ്മുടെ വണ്ടി ഓടിച്ച് നിങ്ങൾ പോയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മുടെ നല്ല ഷേക്കാണ്. അപ്പോൾ അടിയിൽ നിന്ന് മേലോട്ട് നല്ല ഷേക്ക് വരുന്നെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം ഫോഴ്സ് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ സോളിഡ് സ്ഫിയർ ഉരുളുമ്പോൾ റഫ് സർഫസ് ആണെങ്കിൽ അതുപോലെ തന്നെ. അപ്പോൾ ഇത് ഉരുളുന്ന സമയത്ത് അടിയിൽ നിന്ന് മേലോട്ട് ഫോഴ്സ് വരും. അപ്പോൾ ആക്സലേഷൻ അങ്ങോട്ട് വരും. ഓക്കെ, ആക്സലേഷൻ അറ്റ് ദ കോണ്ടാക്ട് പോയിന്റ് ഈ 0. തെറ്റാണ്. ഫോഴ്സ് മേലോട്ട് വരുന്നുണ്ട്, അപ്പോൾ ആക്സലേഷനും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തത് തെറ്റാണ്. ഇനി രണ്ടാമത്തത് അസർഷൻ തെറ്റാണ്. ഇനി റീസൺ കൊടുത്തിരിക്കുന്നത് സോളിഡ് സ്ഫിയർ ക്യാൻ റോൾ ഓൺ സ്മൂത്ത് സർഫസ്. പിന്നെ നമ്മളങ്ങ് വിശ്വസിച്ചു അല്ലേ? സ്മൂത്ത് സർഫസിൽ സോളിഡ് സ്ഫിയർ എങ്ങനെയാണ് റോൾ ചെയ്യുന്നത്? സ്ലിപ്പാവൂലേ? അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ അസർഷനും റീസണും തെറ്റാണ്. ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആർ റോങ് എന്നാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. അടിപൊളിയല്ലേ? അപ്പോൾ നല്ല ക്വസ്റ്റ്യൻ. അപ്പോൾ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ റോളിംഗ് എന്നുള്ളതിനെ നമ്മൾ റൊട്ടേഷൻ എന്നങ്ങ് ചിന്തിച്ചോളാം. അപ്പോൾ അതാണ് അവിടെ മിസ്റ്റേക്ക് വരാൻ കാരണം. ഇനി നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫൈനൽ ക്വസ്റ്റ്യൻ ആണേ. ദ വെലോസിറ്റി ഓഫ് എ ബോഡി അറ്റ് ദ ബോട്ടം ഓഫ് ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഓഫ് ഗിവൺ ഹൈറ്റ് ഈസ് മോർ ദാൻ വെൻ ഇറ്റ് സ്ലൈഡ്സ് ഡൗൺ ദ പ്ലെയിൻ. എന്താണ്? ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ താഴെ വെച്ചുള്ള വെലോസിറ്റി കൂടുതലാണ്. വെലോസിറ്റി ഓഫ് എ ബോഡി അറ്റ് ദ ബോട്ടം ഓഫ് ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഈസ് മോർ വെൻ ഇറ്റ് സ്ലൈഡ്സ് ഡൗൺ. സ്ലൈഡ് ചെയ്ത് താഴോട്ട് വരുമ്പോൾ അതിന് ലീനിയർ മോഷനാണ് അല്ലേ? അപ്പോൾ സ്ലൈഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ലീനിയർ മോഷനാണ്. അപ്പോൾ വെലോസിറ്റി താഴെ എത്തുമ്പോൾ കൂടുതലായിരിക്കും കമ്പയർഡ് ടു റോളിംഗ് ഡൗൺ. റോൾ ചെയ്യുന്നതിൻ്റെ സമയത്തുള്ളതിനേക്കാളും. റോൾ ചെയ്യുന്ന സമയത്ത് അതിന് റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയും ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ റൊട്ടേഷണൽ വെലോസിറ്റിയും ട്രാൻസ്ലേഷണൽ വെലോസിറ്റിയും ഉണ്ട്. അപ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതുകൊണ്ട് എഫക്റ്റ് കുറവായിരിക്കും. അപ്പോൾ സ്ലൈഡ് ചെയ്ത് വന്നാൽ കൂടുതൽ താഴോട്ട് വെലോസിറ്റി കിട്ടും. ഓക്കെ, അസർഷൻ അപ്പോൾ കറക്റ്റാണ്.
ഇനി ഇൻ റോളിംഗ് ഡൗൺ ബോഡി അക്വയേഴ്സ് ബോത്ത് കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ. ഓക്കെ, അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ലീനിയറിൻ്റെ കാര്യമൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഈ അസർഷന് റീസൺ കറക്റ്റാണ്. ഓക്കെ, പക്ഷെ കറക്റ്റായിട്ട് അസർഷൻ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അതിനെ കൊണ്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ആൻസർ നമുക്ക് ഏതേ കൊടുക്കാൻ പറ്റൂ? ബി എ കൊടുക്കാൻ പറ്റും. കാരണം പകുതി വരെ പറഞ്ഞിട്ടുണ്ട്, ഓക്കെയാണ്, പക്ഷെ ഫുള്ളായിട്ടും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ട്രാൻസ്ലേഷണൽ മോഷൻ ആകുമ്പോൾ നല്ല വെലോസിറ്റിയിൽ താഴോട്ട് വന്നിടിക്കും. ഇനി റോൾ ചെയ്ത് വരുന്ന സമയത്ത് അതിന് ട്രാൻസ്ലേഷണൽ മോഷനും റൊട്ടേഷണൽ മോഷനും കൊണ്ട് രണ്ടിലായിട്ട് സ്പ്ലിറ്റ് ചെയ്തു പോകും. അപ്പോൾ താഴോട്ട് വരുമ്പോഴുള്ള വെലോസിറ്റി കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞു. ഇനി നല്ല സ്മാർട്ടായിട്ടിരുന്ന് പഠിക്കുക, മൾട്ടിപ്പിൾ ടൈംസ് ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പം നമുക്ക് വേറൊരു ക്ലാസ്സുമായിട്ട് വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.